നമസ്കാരം ഹൊറർ ഫാൻസ്. ഇന്ത്യൻ ഫാന്റസി ചരിത്രത്തിലെ ഒരു കൾട്ട് ചിത്രം തുമ്പാടിൻ്റെ സംവിധായകൻ രാഹി അനിൽ ബാർവെ പുത്തൻ ചിന്തകളോടുകൂടി കൊണ്ടുവരുന്ന മറ്റൊരു സൈക്കോളജിക്കൽ ഹൊറർ ചിത്രം. അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഒരു പ്രത്യേകത എന്തെന്നാൽ കേവലം 33,000 രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഒരേ ചിത്രമാണിത്. മനുഷ്യ മനസ്സിൻ്റെ സൈക്കോളജിയെക്കുറിച്ച് പറയുന്ന ഒരു നിഗൂഢവും ഭീകരതയേറിയതുമായ സിനിമ. അതാണ് മൻ പിശാച്. വർഷം 1960. ഒറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം ഹഡാങ്കാവൻ, കർണാടക ബോർഡറാണ്. അവിടേക്ക് പുരാവസ്തു വകുപ്പിൽ നിന്നുള്ള ഒരു ജൂനിയർ ഓഫീസറെ സർക്കാർ അയച്ചു. ഉദ്ദേശം ആ പ്രദേശത്തായി ഖനനം നടത്താൻ പ്രയോജനമുണ്ടോയെന്ന് സമർത്ഥിക്കാനുള്ള ആദ്യഘട്ട സർവേയുടെ ഭാഗമായി. നല്ല അച്ചടക്കവും അടുക്കും ചിട്ടയുമായി ജീവിച്ചു പോന്നിരുന്ന ഒരേകനായിരുന്നു അദ്ദേഹം. എന്നാൽ ആ ഗ്രാമത്തിലേക്ക് പോയതിൽ പിന്നെ അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. അയാളുടെ ഡയറി കുറിപ്പുകളിലൂടെ നമ്മളറിയുന്ന കുറേ സംഭവങ്ങളാണ് മൻ പിശാചിൽ വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത്. ഹഡാങ്കാവൻ ഒരു വല്ലാത്ത ഓണങ്കര മൂല ഗ്രാമമാണ്. അവിടേക്ക് എത്തിപ്പെടാൻ കാളവണ്ടി മാത്രമാണ് ഏക മാർഗം. അതും മഴക്കാലമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. 3 മാസം കാളവണ്ടി പോലും കാണില്ല. മൊത്തം ചതുപ്പും ചെളിയും അപ്പാടെ അഴുക്ക സാഹചര്യം. മരുഭൂമി പോലെ അങ്ങനെ വിശാലമായി ഒരന്തവും കുന്തവുമില്ലാണ്ട് കിടക്കുന്ന പോലുള്ള പ്രദേശം. എന്തായാലും കാലവർഷത്തിൻ്റെ തുടക്കമായതുകൊണ്ട് ഭാഗ്യമെന്ന് പറയാം. ഒരു കാളവണ്ടിക്കാരനെ കിട്ടി അവത്വങ്ങളുടെ അടപ്പിളങ്ങിയെങ്കിലും ഗ്രാമത്തിലേക്ക് കാലുകുത്താൻ പറ്റി നമ്മുടെ സദാശിവ റാവുവിന്. വളർച്ചയോ പുരോഗമനോ ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഊര്. 50 കൊല്ലം മുന്നേ ഒരു പാലം നിർമ്മിച്ചിരുന്നു. അത് തകർന്നോടെ പിന്നെ പുറം ലോകവുമായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷനും ഇല്ലാണ്ടായി. ഗ്രാമത്തിലുള്ളവരുടെ എല്ലാം ഒരുതരം പ്രത്യേക നോട്ടവും തുറിച്ചു നോട്ടമൊക്കെ കണ്ട് സദാശിവറാവു ഒരു സത്രം കണ്ടുപിടിച്ചു. സത്രമെന്ന് പറയാനാകില്ല, ഒരു വീടാണ്. സാവിത്രി ഒരു വിധവ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇവരുടെ ഒരു കൊച്ചു വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കാൻ പോകുന്നത്. കുറച്ച് ദിവസത്തേക്കല്ലേ, റിപ്പോർട്ട് പൂർത്തിയാക്കിയാൽ ഉടൻ മടക്കാം. എന്തായാലും ഇതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നങ്ങനെ ഗവൺമെൻറ് ഐഡിയും കാട്ടി ആ വീട്ടിലേക്ക് കയറുകയാണ്. സാവിത്രി ബായിയെ നോക്കിയാൽ അവർ മുട്ടയടിച്ച് വലിയ മിണ്ടാട്ടമൊന്നുമില്ലാതെ അങ്ങനെ നോക്കി നിൽക്കുന്ന ടൈപ്പാണ്. അവരുടെ കണ്ണുകളിലും എന്തൊക്കെയോ നിഗൂഢതയുണ്ട്. റാവുവിനെ അവർ കാട്ടിക്കൊടുക്കുന്ന ഒരു നിയമം, രാത്രി 7 മണിക്ക് മുന്നേ വീട് പിടിച്ചിരിക്കണം. പിന്നീട് പുറത്തിറങ്ങാൻ ഒന്നും പാടില്ല. 7 മണിക്ക് ശേഷം വന്നാൽ കതവ് തുറക്കത്തുമില്ല. ഇതൊക്കെ ഇത്തിരി ഓവറല്ലേ എന്ന് റാവുവിന് തോന്നുന്നെങ്കിലും വലിയ സംസാരത്തിനൊന്നും നിന്നില്ല. എന്തായാലും തൻ്റെ പണി ഇരുട്ടുന്നോടെ തീരും, പിന്നെ വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. അങ്ങനെ ഉപകാരം എന്നോണം റാവു തൻ്റെ ഒരു ബോക്സ് കൊടുത്ത് സാവിത്രിയെ സന്തോഷവതിയാക്കി. പിന്നീട് നമ്മൾ കാണുന്നത് സദാശിവറാവുവിൻ്റെ സർവേ ആണ്. 1 മാസം മുന്നേ ഈ ഊരിനടുത്തുള്ള ഒരു കുന്നിലേക്ക് ശക്തമായ ഇടിമിന്നൽ വന്ന് പതിച്ചിരുന്നു. അതുമൂലം ഒരു ചെറിയ മല ചിന്നി ചിതറിയപ്പോൾ അവിടെ മറ്റൊരു അത്ഭുതം വെളിച്ചത്ത് വന്നു. ഒരു ഗോപുരം. അതിൻ്റെ മേലെയായിരുന്നു മണ്ണും കല്ലുമൊക്കെയായി കുന്നു നിന്നിരുന്നത്. ഇതിനെക്കുറിച്ച് പഠിക്കുകയാണ് റാവു ഇവിടെ എത്തിയിരിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യവും. ഇത് കൊത്തിവെച്ചിട്ടുള്ള ഒരു വലിയ കല്ലാണോ അതോ ഏതെങ്കിലും പൂഴ്ന്നുപോയ മന്ദിരത്തിൻ്റെ മുകൾ വശമാണോ എന്നൊക്കെയാണ് സംശയങ്ങൾ. വേറെ നോക്കിയാൽ ചില പ്രത്യേകതരം പ്രതിമകളും ഉയർന്നു നിൽക്കുന്നതായി കാണാം. റാവുവിൻ്റെ ഇവിടെയുള്ള ജീവിതം നോക്കിയാൽ നല്ല ബുദ്ധിമുട്ടാണ്. ചൂടും പൊടിയും വെയിലും കൊണ്ട് ഉപ്പാട് വരും. 30 വർഷമായി സേവനമനുഷ്ഠിക്കുന്നതാണ്. താനൊരു ലോവർ ഡിവിഷൻ ഓഫീസർ ആയതുകൊണ്ടല്ലേ നാശം പിടിച്ച സർക്കാർ ഇങ്ങനെ അലയാൻ വിട്ടിരിക്കുന്നത് എന്ന ചിന്തയാണ്. ഇങ്ങനൊരു നാടാണെന്ന് അറിഞ്ഞിൽ ഇങ്ങോട്ട് വരുത്തത് പോലുമില്ലായിരുന്നു. എല്ലാം വിധി എന്നങ്ങനെ ദിവസവും രാവിലെ സാവിത്രി വെച്ച് കൊടുക്കുന്ന പ്രാതൽ കഴിച്ച് പുറത്തേക്ക് പോകും. പൈൻറ്റിങ്സ് നോട്ട് ചെയ്ത് ഫോട്ടോ എടുപ്പം കഴിഞ്ഞ് സന്ധ്യമയങ്ങും മുന്നേ വീട്ടിലേക്കും. അവിടുന്ന് വലിയ രുചിയില്ലാത്ത അത്താഴം, പിന്നെ മെല്ലെ പോയി കിടക്കും. ഇതിനിടയ്ക്ക് റാവു ഒരു കാര്യം ശ്രദ്ധിച്ചത്, മിക്കപ്പോഴും സാവിത്രി അവിടെ ഭിത്തിയിൽ തൂക്കിയിട്ടുള്ള ഒരു ഫോട്ടോ നോക്കിയിരിക്കും. ഒരു സുന്ദരി പെൺകുട്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നതായിട്ടുള്ള ഫോട്ടോ. ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല, പിന്നല്ലേ പിടികിട്ടിയേ അത് സാവിത്രിയുടെ തന്നെ ചിത്രമാണ്. എന്ത് സുന്ദരിയായിരുന്നു ആ ഫോട്ടോയിൽ. എന്നാൽ ഇപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന കോലം കണ്ട അതിൻ്റെ പ്രേതത്തെ പോലുണ്ട് എന്ന ചിന്തയും. കാരണം അത്രയ്ക്കും ആവശ്യമായ പോലെയാണ് ഇപ്പോൾ കാണാൻ. 7 മണിയാവാറാകുമ്പോഴത്തേക്കും സാവിത്രി നേരെ ചെന്ന് വീടിൻ്റെ കതക് അടച്ച് ലോക്ക് ചെയ്യും. ഈ കതക് എന്ന് പറഞ്ഞാൽ ഒരു 1.5 കതകാണ്. മണിച്ചിത്രത്താഴ് പൂട്ട് പോലെയുള്ള ഒരു സാധനം. പൂട്ടിൻ്റെ കാര്യം നോക്കിയാലോ 4-5 എണ്ണമെങ്കിലും കാണാം, വലിയ ചങ്ങലയൊക്കെ ആയിട്ട്. ഇത്രയും ലോക്കൊക്കെ എന്തിനാ ഒരു വീടിന്? എന്നാൽ ഇതിനുശേഷം സാവിത്രിയുടെ എന്തോ ഒരു വേറിട്ട പ്രവൃത്തി നമ്മൾ കാണുവാണ്. അവൾ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നിന്ന് വസ്ത്രമൊക്കെ കുറച്ച് അഴിച്ചു മാറ്റി ഉന്മത്തായി നിൽക്കുന്ന പോലെ. രാവിലെ എഴുന്നേൽക്കുന്ന റാവു കക്കൂസിൽ പോകാൻ കയറുമ്പോൾ കാണാം അതിലൊരു മാല. ഇതെങ്ങനെ ഇവിടെ വന്നു? സാവിത്രി പെട്ടെന്ന് തന്നെ വന്ന് അതെടുത്തുകൊണ്ട് പോകുന്നതിൽ പിന്നെ വേറെ ചിന്തയൊന്നുമില്ല. നേരെ കുളിച്ച് റെഡിയായി പുറത്തേക്ക്. റാവു ഈ നാടൊന്ന് ചുറ്റിക്കറങ്ങിയതിൽ വെച്ച് നാട്ടുകാരൊക്കെ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാര്യമൊക്കെയാണ്. കുറേ മണികൾ കിട്ടിയ ഒരു കോവിലുമുണ്ട്. അതിന് പുറത്തു പോയി മണിയടിച്ച് തൊഴുതങ്ങനെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മനുഷ്യരുണ്ട്, മനുഷ്യരേ ഉള്ളൂ. ഒരു പട്ടിയോ പന്നിയോ അല്ലെങ്കിൽ അലിഞ്ഞു നടക്കുന്ന പശുവിനെ പോലും എവിടെയും കാണാനില്ല. അതെന്താ അങ്ങനെ? വൈകാതെ സദാശിവറാവും ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ വലിയ കനത്തിലുള്ള വീടിൻ്റെ കതകുകൾ, അതിന് കുറേ ചങ്ങല വെച്ചുള്ള പൂട്ടുകൾ. എല്ലാ വീടിനും അങ്ങനെ തന്നെ. മാത്രമല്ല താഴത്തെ നിലയിലുള്ളതിനൊന്നും ജനാലകളില്ല. മുകളിലെ നിലയിലുണ്ട്, പക്ഷേ വളരെ ചെറുതും. അതും പെട്ടെന്ന് കാണുമ്പോൾ ചുവർ അലമാരയാണോന്ന് തോന്നിപ്പോവും. തുറക്കുമ്പോഴേ അറിയാം ജനലാണെന്ന്. അതിനും പൂട്ടുണ്ട്. എന്തൊക്കെയോ വെറൈറ്റി പരിപാടികളുണ്ട് ഇവിടെ.
അങ്ങനെ രാത്രി അത്താഴത്തിനിരിക്കെ ഇതേക്കുറിച്ച് സാവിത്രിയോട് ചോദിക്കുമ്പോൾ അവർ വല്ലാത്തൊരു നോട്ടം നോക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ല. അല്ലെങ്കിൽ അധികം സംസാരമല്ലേ സ്ത്രീക്ക്. ഇനി പൊട്ടുവല്ലതും ഉണ്ടോ എന്നങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുമ്പോഴാണ് പൊടുന്നനെ റാന്തൽ ആളിക്കത്തി കരിയുന്നത്. റാവു ഒന്നും ഞെട്ടി, പ്രതീക്ഷിച്ചില്ലല്ലോ. എന്തോ അയാൾ ചെയ്ത തെറ്റുപോലെ സാവിത്രി റാന്തൽ കെടുത്തിയ ശേഷം പറയുന്നൊരു കാര്യം, ഒരു ഗ്രാമത്തിൽ എത്തരത്തിലുള്ള കള്ളന്മാരെ ഉണ്ടാവുകയെന്ന് നിങ്ങൾക്കറിയില്ല. ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സുരക്ഷ വേണ്ടേ? ഇത് കേൾക്കുന്ന റാവു പിന്നൊരു അക്ഷരവും വേണ്ടിയിട്ടില്ല. എന്നാൽ സംശയം കൂടിയതേ ഉള്ളൂ. സാവിത്രിയുടെ കാര്യത്തിൽ ഓക്കെ, എന്നാൽ പിന്നെ മറ്റുള്ള വീടുകളിലൊക്കെ എന്താ ഇത്ര പൂട്ടുകൾ സംരക്ഷണമൊക്കെ? അവിടെയെല്ലാം ആണുങ്ങൾ ഉള്ളതല്ലേ? ഇതിന് ഉത്തരമില്ലാതെ അവശേഷിക്കെ വൈകാതെ അവിടെ പെയ്തു വീഴുന്നൊരു പേമാരിയിൽ വെള്ളപ്പാച്ചിലുണ്ടായി. ആ മറനീങ്ങി പുറത്തു വന്നിരുന്ന മന്ദിരത്തിൻ്റെയും അതോടൊപ്പം പുറത്തു വന്നിരുന്ന പ്രതിമകളൊക്കെ വീണ്ടും മെല്ലെ മൂടി തുടങ്ങി. ഇങ്ങനെ പോയാൽ വീണ്ടും ഇതെല്ലാം ഭൂമിക്കടിയിലേക്ക് തന്നെ പോകുമെന്നും അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കണമെന്നും അങ്ങനെ റാവു അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് എന്തായാലും 2 ആഴ്ച പൂർത്തിയാക്കും മുന്നേ പ്രാരംഭ പഠനം പൂർത്തിയാക്കുന്നതിൻ്റെ വക്കിലെത്തി. വൈകാതെ ഇനി ഒരു ഫുൾ റിപ്പോർട്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണം. എന്നാലും റാവുവിന് ആ മണ്ണിലേക്ക് എന്തോ ഒരു പ്രത്യേകത ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റുള്ള മണ്ണും കല്ലും പോലെയല്ല ആ കുന്നിൻ്റേത്. നല്ല പഴക്കമുണ്ട്. 100 അല്ല 1000 വർഷമെങ്കിലും കാണും ഈ പഴക്കം. ഇനി എങ്ങാനും പണ്ടത്തെ ഏതെങ്കിലും വലിയ രാജാവിനെ ഖബറടക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു മന്ദിരം പണിതാണോ എന്ന് സംശയിക്കുമ്പോൾ, പക്ഷെ അന്നത്തെ കാലങ്ങളിലൊന്നും ഇത്തരം പ്രവർത്തികൾ ചെയ്യത്തക്ക സമ്പന്നമായ രാജവംശമില്ലായിരുന്നു. ഗോപുരത്തിൻ്റെ മേൽ എഴുതി വെച്ചിട്ടുള്ളതെല്ലാം ദേവനാഗരി സംസ്കൃത ലിപികളിലൊക്കെയാണ്. എന്തായാലും സാവിത്രിയോട് അറിഞ്ഞ സംശയം നാട്ടുകാരോട് ചോദിക്കാൻ റാവു തീരുമാനിച്ചു. വലിയ കഥകിൻ്റെയും പൂട്ടിൻ്റെയും ജനാലയുടെയും ഒക്കെ കാര്യം. പൊതുവെ വലിയ സംസാരിച്ചിട്ടുള്ള ആൾക്കാർ എന്നാൽ ഇത് കേട്ടപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായില്ല. വെറുതെ കൊള്ളക്കാരുണ്ട്, പ്രേതമുണ്ട്, വെറുത്തുപോക്കുണ്ട് എന്നൊക്കെ എന്തെങ്കിലും നുണ പറയാമായിരുന്നു. എന്നിട്ട് കൂടി അത് ചെയ്യാതെ അവരെല്ലാം മിണ്ടാതെ പ്രതികരിക്കാതെ തന്നെ നിന്നു. എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടെന്ന് മാത്രം റാവുവിന് ബോധ്യമായി. അത് കണ്ടുപിടിക്കാൻ സാവിത്രിയാണ് വഴിയെന്ന് കണ്ടെത്തി. അവിടെയുള്ള ആ അമ്പലം ഏത് ദൈവത്തിൻ്റെയാണെന്ന് അറിയില്ലേലും റാവു പോയി പ്രാർത്ഥിച്ചിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടി എപ്പോഴും കാണും അവിടെ. അവൾ റാവിനെ കാണുന്ന കാര്യം സാവിത്രിയോട് ചെന്ന് പറയും. അമ്പലത്തിലെ തിരുമേനിയും സാവിത്രിയുമായി എന്തോ സംസാരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ ഒരിക്കൽ കയറിയ നേരം സാവിത്രിയും അതിനുള്ളിലുണ്ടായിരുന്നു. കോവിലിൽ വിധവകൾക്ക് വിലക്കുള്ള സമയമായതിനാൽ അയാൾക്കിതൊരു അതിശയമായിരുന്നു. എന്നിരുന്നാലും പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രതിഷ്ഠ കണ്ടാൽ ഞെട്ടിപ്പോയി. കണ്ണു തള്ളിക്കൊണ്ട് നോക്കിയ അവർ ആരാധിക്കുന്ന ദൈവം ഇതായിരുന്നു. 3 കുരങ്ങന്മാർ, വായും ചെവിയും കണ്ണും അടച്ചിരിക്കുന്ന 3 വാനരർ, മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള കുറേ നാരങ്ങയും പച്ചമുളകും. അടുത്ത ദിവസം രാവിലെ രഹസ്യമായി സാവിത്രി നിരീക്ഷിക്കാൻ തുടങ്ങി. അവർ രാവിലെ എണീറ്റ് കുളിക്കാൻ കയറിയപ്പോൾ പുറത്തു നിന്ന് ഉള്ളിലുള്ള ശബ്ദം വീക്ഷിച്ചു. കുളിക്കുന്നതിനിടയിൽ സാവിത്രി എന്തോ കഴിക്കുന്നതായിട്ടുള്ള ശബ്ദം കേട്ടു. അതും നല്ല വിഷമത്തോടെ. ആരാണ് കുളിക്കുമ്പോൾ കഴിക്കുക? അവർ കുളി കഴിഞ്ഞ് നേരെ വീടിന് പുറത്തേക്ക് വന്നു. അവിടെ മുന്നിലായി ഒരു പളങ്ക് പൂശിയ പാത്രം വെച്ചിരിക്കുന്നു. ആ ചാറ്റൽ മഴയിൽ പാത്രവും എടുത്ത് തിരിച്ചു കയറുന്ന കണ്ട് റാവുവിൻ്റെ മനസ്സ് പറഞ്ഞു, ഇവിടെ വക്രമായിട്ട് എന്തോ നടക്കുന്നുണ്ട്. ആ ദിവസം അങ്ങനെ കടന്നുപോയി. സൂര്യാസ്തമയത്ത് തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവിടെയൊന്നും ആരെയും കണ്ടില്ല. അപ്പുറവും ഇപ്പുറവും എല്ലാം വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഒരാളനക്കം പോലുമില്ല. എല്ലാം അടച്ചു പൂട്ടിയിരിക്കുന്നു. കാരണം ഇന്നിച്ചിരി കൂടുതൽ വൈകിട്ടുണ്ട്. അങ്ങനെ നടക്കവേ കാണാം കുറേ പാത്രങ്ങൾ ഓരോ വീട്ടിന് മുമ്പിലായി അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. കാലത്തെ സാവിത്രി എടുത്ത പോലുള്ള കുറേ പാത്രങ്ങൾ. റാവു അതിൽ നിന്നൊന്നെടുത്ത് നോക്കിയപ്പോൾ അതിലെന്തോ ചുവന്ന നിറത്തിലുള്ള കറ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇതേസമയം സാവിത്രി ആകട്ടെ രാവിലെ എടുത്ത് ആ പാത്രം കഴുകി വൃത്തിയാക്കുന്ന പ്രയത്നത്തിലും. അത് കഴുകുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നതായി കാണാം. തൊട്ടടുത്ത് പഴയൊരു ചിത്രം കിടപ്പുണ്ട്. സാവിത്രി ഒരു നായയുമായി നിൽക്കുന്ന ചിത്രം. പാത്രം കഴുകി വെളുപ്പിച്ചിരിക്കെ വികാരധീനയായി ദേഷ്യത്തോടെ ആ ഫോട്ടോ എടുത്ത് അലറിക്കരഞ്ഞ് പൊട്ടിക്കുന്നു. റാവു പറഞ്ഞ പോലെ ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായി ഒന്നും ആ രാത്രി അവിടെ സംഭവിച്ചില്ല. ഒന്ന് സംഭവിക്കുന്നത് 3 ദിവസം കഴിഞ്ഞു. റാവു ആ മന്ദിരത്തിനടുത്ത് നിൽക്കെ ആദ്യമായി അവിടേക്ക് അയാളുടെ മുന്നിലേക്ക് ഒരു നായ പ്രത്യക്ഷപ്പെട്ടു. എല്ലൊട്ടി അവശനായ നിലയിലായിരുന്നു അത്. ആദ്യമൊക്കെ ശൂശു പറഞ്ഞെങ്കിലും അടുത്തുകൂടി നിൽക്കുന്നത് കണ്ട് അതിന് ബിസ്ക്കറ്റ് കൊടുത്തു, വെള്ളം കൊടുത്തു, ഉച്ചകരുതി കരുതിയ ഊണിയെന്നും കൊടുത്തു. ആ ദിവസം മൊത്തം അത് റാവുവിനെ ചുറ്റി തന്നെ ഉണ്ടായിരുന്നു. സന്ധ്യ മയങ്ങി തിരികെ പോകാൻ നേരവും അത് പിന്നാലെ വന്നു. റാവുവിനും അതിലിഷ്ടമായി. അതിലേറെ അതിശയവും. ഇതൊരു മൃഗത്തെയും ഗ്രാമത്തിൽ കണ്ടിട്ടില്ല. എന്നാൽ ഗ്രാമത്തിന് പുറത്തതാ ഒരു നല്ല നായ തൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ഒരു കുടുംബവും ഭാര്യയും ഒന്നുമില്ലാത്ത തനിക്ക് എന്തുകൊണ്ടൊരു നായെങ്കിലും ആയിക്കൂടാ എന്നൊരു തോന്നൽ. പക്ഷേ കൊണ്ടുപോകാൻ ഈ അവസ്ഥയിൽ സ്വന്തമായൊരു വീടില്ല. എന്തായാലും ഒരു ദിവസത്തേക്ക് കൊണ്ടുപോയി താമസിപ്പിക്കാൻ നോക്കാമെന്നങ്ങനെ നായുമായി നടന്ന് ഗ്രാമത്തിലേക്ക് കയറുന്നതും നായയ്ക്ക് വരാൻ പേടി. അതങ്ങനെ അറച്ചു നിൽക്കുകയാണ്. റാവു ഇത് കണ്ട് മുട്ടുകുത്തി നിന്നിട്ട് അതിനെ വിളിക്കുന്നതും അത് ഓടി വന്നങ്ങനെ ചിരിയും കളിയുമായി വീട്ടിലെ കവാടം തുറക്കുമ്പോഴാണ് പ്രശ്നം. സാവിത്രി ഇതിനകത്ത് കയറ്റാൻ ഒരു തരത്തിൽ സമ്മതിക്കത്തില്ല. രാത്രി കിടന്ന് മൊത്തം കൊരയും കരച്ചിലുമായിരിക്കും. ഇതിനെ കയറ്റത്തില്ലെന്നങ്ങനെ ഒടുക്കം ഒരു കല്ല് വെച്ച് അതിനെ വിരട്ടി ഓട്ടിച്ച ശേഷം റാവുവിനെ കയറ്റി കഥ അടയ്ക്കുന്നു. ഇത്ര കണ്ണി ചോരയില്ലാത്തവരാണ് നിങ്ങൾ. റാവു വാ തുറന്നില്ലെങ്കിലും ആ കണ്ണിൽ നിന്ന് ആ ചോദ്യം മനസ്സിലാക്കാം. പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ളത് കൊണ്ട് റാവു മനസ്സിൽ അവരെ കുറ്റം പറഞ്ഞ് ഉള്ളിലേക്ക് നടന്നു. എന്നാൽ സാവിത്രിയുടെ മനസ്സിൽ വന്നത് ആ നായ കണ്ടപ്പോൾ ഫോട്ടോയിൽ കണ്ട തൻ്റെ നായുമൊത്ത് ആഹ്ലാദത്തോടെ കളിക്കുന്ന നിമിഷങ്ങളാണ്.
എന്തോ നിരാശബോധം അവരിലുണ്ട്. നായയുടെ കാര്യം നോക്കിയാൽ പിന്നീട് ഇത്തിരി കടുപ്പമാണ്. 3 പേർ ഇതിനെ കണ്ട് അടുത്ത് വന്ന് ഓട്ടിക്കാൻ തുടങ്ങി. കരച്ചിൽ മുകളിൽ നിന്ന് റാവു കേട്ട് ആശ്വസിച്ചത് അതെവിടെയെങ്കിലും പോയി ഒളിച്ചു കാണും. നാളെ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്ത് ആ കുറ്റബോധം നമുക്ക് തീർക്കാമെന്ന്. എന്നാൽ ആ നായ ഓടി ഒളിച്ചെടുത്ത് വേറെ ഏതൊരു ഭീകരമായ കാഴ്ച കണ്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ് നമ്മൾ പിന്നെ കണ്ടത്. ആ രാത്രി റാവു ഒരു ഭീകര സ്വപ്നം കണ്ടു. ഒരു മൈതാനത്ത് താനും ആ നായയെ മാത്രം. കെട്ടിപ്പിടിച്ചിരിക്കവേ അതേപോലുള്ള വേറൊരു നായ മുന്നിൽ വന്ന് നിൽക്കുന്നു. അത് കുറച്ച് ഒരുങ്ങി വികൃത രൂപമാവുന്നതും വേറെ നായ്ക്കൾ വന്ന് കൂടി ആ നായെ കടിച്ചു കയറി ഒരു പരുവമാക്കുന്നു. വിയർത്ത് കുളിച്ച് പാതിരാത്രി ഞെട്ടി ഉണർന്നു റാവു. പുറത്തപ്പോഴും നായയുടെ കുരയല്ല, ഒരുതരം രോദനമാണ്. അതിനെ എന്തൊക്കെയോ മൃഗങ്ങൾ ചേർന്ന് ആക്രമിക്കുന്ന പോലെ. നായയാണോ ചെന്നായയാണോ? എന്തായാലും പുറത്തേക്ക് പോയി നോക്കാമെന്ന് വെച്ചാൽ ഉള്ള പൂട്ടും ചകലയും മൊത്തം കഥയിലുണ്ട്. സാവിത്രിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നങ്ങനെ പോകുമ്പോൾ അവളെന്നാൽ ഉണർന്നു തന്നെ കിടപ്പുണ്ട്, ഈ അലർച്ചയെല്ലാം കേട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട്. ഈ കുറിപ്പുകളിൽ റാവു പറയാത്ത ചിലതുണ്ട്. നമ്മൾ അക്ഷരത്താളുകളിൽ അറിഞ്ഞിട്ടില്ലാത്ത റാവുവിൻ്റെ മറ്റൊരു വശം. അയാൾ സാവിത്രിയുമായി ഒരുമിച്ച് ശാരീരിക ബന്ധത്തിലൊക്കെ ഏർപ്പെട്ടു കഴിഞ്ഞു ഇതിനോടകം തന്നെ. മുന്നേ ഒരിക്കൽ കഥയടച്ചപ്പോൾ കണ്ട ഇവളുടെ ഉന്മത്താവസ്ഥ ഇതൊക്കെയായിരുന്നു. ശൗചാലയത്തിൽ കണ്ട ആ കരിമണിമാല ഇവർ രണ്ടുപേരും കൂടി നടന്ന വഴക്കിനിടെ കൊണ്ടിട്ടതും. രാവിലെ ഒരു തരത്തിൽ റാവു എഴുന്നേറ്റു. സാവിത്രിബായി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ കഴിക്കുന്ന ശബ്ദം കേൾക്കാറില്ലേ? അതെന്താണെന്നറിയുമോ? നാരങ്ങയും പച്ചമുളകും. അടക്കി വെച്ചിട്ടുള്ള മനസ്സിനെയും അതിൻ്റെ ആകുലതകളെയും മൂറ്റിയെടുക്കാൻ സഹായിക്കും എന്നുള്ള വിശ്വാസമാണത്. ജീവിതമേ ഒരു വിശ്വാസത്തിൻ്റെ ചാണിലല്ലേ? റാവു എഴുന്നേറ്റ് വലിയ മിണ്ടാട്ടമൊന്നുമില്ലാതെ ചായ കുടിച്ച് പുറത്തേക്കിറങ്ങി നടന്നു നോക്കി. കണ്ട കാഴ്ച ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നും. ഇന്നലെ വാലാട്ടി നിന്ന ഒരു ശ്വാനൻ ഇന്നതേ അസ്ഥിയായി കിടക്കുന്നു. ഒരു ശരീരം പോലുമില്ലാതെ എല്ലുകൾ പൊട്ടിയിട്ടുമുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? സകല ദേഷ്യവും കയറി പിന്നെ ആ വീട്ടിൽ നിൽക്കാതെ അവിടുന്ന് പെട്ടിയും മറ്റും എടുത്ത് ഇറങ്ങുകയാണ്. ദേഷ്യം മൊത്തം സാവിത്രിയോടാണ്. അവരുടെ ക്രൂരതയാണ് എല്ലാറ്റിനും കാരണമെന്ന പോലെ റാവു ഇറങ്ങാൻ തുടങ്ങുന്നതും സാവിത്രി പിടിച്ച് നിർത്താൻ ശ്രമിക്കുകയാണ്. കാരണം അവർക്ക് വിടാൻ മനസ്സ് വരുന്നില്ല. മറിച്ച് വിവാഹം കഴിക്കാനുള്ള ആശയാണ് ഉള്ളിൽ. എന്നാൽ റാവുവിൻ്റെ ചിന്തകൾ അതിനൊട്ടും ചേർന്നതുമല്ല. വിധവകളോട് എതിർപ്പില്ല, എന്നാൽ അവരുടെ പലപ്പോഴുള്ള രീതികളോടാണ് അയാൾക്ക് വിയോജിപ്പ്. ഭർത്താവ് മരിച്ചാൽ അതൊരു വിധിയായി കണ്ട് ജീവിക്കുക, മറ്റൊരു വിവാഹം കഴിക്കാനുള്ള താല്പര്യമെന്നത് ആദ്യ ഭർത്താവിൻ്റെ ചിന്തകളെയും ഓർമ്മകളെയും മറക്കുന്നതിന് തുല്യമാണ്. അതൊരു വലിയ അപരാധവും. ഒരു കല്യാണം കഴിക്കുന്നത് വെറും ഒരു സമ്പ്രദായമല്ല, 7 ജന്മങ്ങളിലേക്ക് വേണ്ട ഒരു കൂട്ടുറപ്പാണ്. അതിനെ പവിത്രമായി കണ്ട് നിലനിൽക്കാതെ എൻ്റെ തീരുമാനം എന്ന പോലെ വിവാഹം കഴിക്കും. വൈകാതെ തന്നെ ആ തീരുമാനം ഒരു കാമാസക്തി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരികയും ചെയ്യും. റാവുവിൻ്റെ കണ്ണിൽ അതേപോലെ തന്നെ അപരാധിയാണ് കല്യാണം കഴിക്കുന്ന പുരുഷനും. അങ്ങനെ ചെയ്യുന്ന അയാൾ തങ്ങളുടെ സംസ്കാരത്തെ മാനിക്കാതെ സ്വയം വിനാശം വരുത്തിവെക്കുന്നവരാണ്. പുരുഷനെന്ന് പോലും പറയാൻ കഴിയില്ല. ഇത്തരം ചിന്താഗതിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റാവു അവിടുന്ന് ദേഷ്യത്തോടെ സാവിത്രിയുടെ കണ്ണീരിനെ അവഗണിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നു. ഇതിനെ ചൊല്ലി മുന്നേ ഉണ്ടായിരുന്ന തർക്കത്തിൻ്റെ ഫലമായിരുന്നു ശൗചാലയത്തിൽ കണ്ട കരിമണിമാല. എന്നാൽ ഡയറി കുറിപ്പിൽ അത്തരം സംഭവങ്ങളൊന്നും അയാൾ എഴുതാതെ മറച്ചുവെച്ചു എന്ന കാര്യം മറക്കരുത്. നാളെ തന്നെ ഈ ഗ്രാമത്തോട് വിട പറയാൻ പോവുകയാണ്. അതിനു മുന്നേ തൻ്റെ ജോലി, മന്ദിരത്തിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കും എന്ന ദൃഢനിശ്ചയത്തിൽ ഇറങ്ങി ആ പ്രദേശത്തേക്ക് ചെല്ലുന്നു. കൈവശമുള്ള രാജവംശത്തെക്കുറിച്ചുള്ളതും ലിപികളെക്കുറിച്ചുള്ളതുമായ പുസ്തകങ്ങളിൽ വെച്ച് ആ മന്ദിരത്തിൽ കൊത്തിവെച്ചിട്ടുള്ള വാക്കുകളിലെ ഗൂഢാർത്ഥം കണ്ടുപിടിക്കാൻ തുടങ്ങി. അത് ആ നിഗൂഢതകളുടെ തിരിച്ചറിവ് കൂടിയായിരുന്നു. ഒരു കവിത പോലെ അതിൽ നിന്ന് അയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ചിലത് ഇങ്ങനെയാണ്: എല്ലാ ജീവജാലങ്ങളും അവർ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദേഷ്യം, ക്രോധം, വെറുപ്പ്, അക്രമാസക്തി, അപമാനം എന്നിങ്ങനെയെല്ലാം മനസ്സിൻ്റെ ഒരു കോണിലായി ഒളിപ്പിച്ചു വയ്ക്കും. അത് നശിച്ചു പോകില്ല. എത്ര കുഴിച്ചു മൂടാൻ ശ്രമിച്ചാലും അവിടെ തന്നെ ഉണ്ടാകും. കാലക്രമേണ ശക്തമായി പരിവർത്തനം സംഭവിച്ച് കൂടുതൽ തീവ്രമായി മാറും. കാലം ചെയ്ത മനുഷ്യർ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ ആ മനസ്സിന് രൂപാന്തരം സംഭവിക്കും. എന്തിന്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരം മടക്കി വെച്ചുള്ള സപ്രസ്ഡ് മൈൻഡ് ട്രാൻസ്ഫോമായി ഒരു ജീവാവസ്ഥയിലേക്ക് എത്തും. പക്ഷേ ആ ഒരവസ്ഥയ്ക്ക് തന്നെ വെറുപ്പും അവഹേളനവുമായിരിക്കും. കാരണം ആ ഇമോഷൻസിന് ജന്മം കൊടുത്തവർ തന്നെ അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യുന്നത്. ഈ നിൽക്കുന്ന ശ്രീകോവിൽ, ഈ മന്ദിരം അത്തരം പൂഴ്ത്തിവെക്കപ്പെട്ട വികാരങ്ങൾക്ക് മാംസവും ശരീരവുമുള്ള രൂപം നൽകുന്നു. പ്രത്യക്ഷമായ രൂപം ലഭിക്കുന്നതോടെ സ്വതന്ത്രമായി മാറാനുള്ള അവസരം കൂടിയാണ് അതിന്, രാത്രികാലങ്ങളിൽ അലഞ്ഞ് നടക്കാനായി. അതുകൊണ്ട് ഈ മന്ദിരം എന്നുള്ളത് ഒരു ഭ്രാന്താലയമാണ്, ഒരു ആരാധനാലയമല്ല, മറിച്ച് നിയന്ത്രണമാണ്, കൺട്രോൾ. അതിനാൽ യാതൊരു കാരണവശാലും ഈ മന്ദിരം തകർക്കുകയോ നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഇതാണ് റാവു മനസ്സിലാക്കിയെടുക്കുന്ന ആ മന്ദിരത്തിൻ്റെ രഹസ്യം. ചുരുക്കി പറഞ്ഞാൽ ഗ്രാമവാസികൾ റാവുവിനോട് പറയാൻ മടിച്ചത് ഇതിനെക്കുറിച്ചാണ്. അവിടെയുള്ളവരുടെ മനപ്പിശാചുകളാണ് അവിടെ രാത്രി അലഞ്ഞ് നടക്കുന്നത്. അവിടെ എല്ലാ സപ്രസ്ഡ് മൈൻഡ്സ് ഒരു പൈശാചിക രൂപമെടുത്ത് അവിടെ ചുറ്റിത്തിരിയുന്നു. മുന്നേ സാവിത്രി കഴിക്കുന്നത് കണ്ടില്ലേ? അത് ബാധിക്കാതിരിക്കാനാണ് നാരങ്ങയും പച്ചവെള്ളമൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കഴിക്കുന്നത്, ഒപ്പം ആ ദൈവങ്ങൾക്ക് അർപ്പിക്കുന്നതും. സപ്രസ്ഡ് മൈൻഡുകളുടെ ഒരു പ്രതീകം തന്നെയാണ് ആ 3 വാനര പ്രതിഷ്ഠകൾ. റാവു എന്തായാലും ഇത്രയും മനസ്സിലാക്കിയെടുത്തപ്പോഴേ സമയം വളരെ വൈകി. അവിടുന്ന് ഗ്രാമത്തിലേക്ക് തിരിച്ചപ്പോൾ തന്നെ 7 മണിയായി. മുമ്പത്തെ ആ ദേഷ്യത്തിന് പെട്ടിയുമായി ഇറങ്ങിയതായിരുന്നു.
പക്ഷേ ഇപ്പോൾ കുറച്ച് ഭയമൊക്കെ വന്നോടെ തിരിച്ചു പോകാമെന്നങ്ങനെ ഊരിലെത്തിയതും ഓരോരുത്തർ കഥ കടച്ചു തുടങ്ങിയിരുന്നു. നിരത്തി വെച്ചിട്ടുള്ള പാത്രങ്ങളിൽ അപ്പോഴാണ് ഒന്ന് ശ്രദ്ധിച്ചത്. ഓരോന്നിലും പഴഞ്ചോറും ചിരട്ടയും തേങ്ങയും അഴുകിയ വെജിറ്റബിൾസും കഴിച്ചതിൻ്റെ ബാക്കിയുമൊക്കെ വെച്ചിരിക്കുന്നു, ആർക്കോ കൊടുക്കാനെന്ന പോലെ. ഇതൊക്കെ ആര് കഴിക്കുമെന്ന് വെറുപ്പോടെ നടന്ന് റാവു വീട്ടിലേക്ക് എത്തിയപ്പോഴേ 7:30 കഴിഞ്ഞിരുന്നു. കഥവ് മുട്ടുന്നത് സാവിത്രി കേട്ടെങ്കിലും തുറന്നില്ല. കുറേ തവണ മുട്ടി, പിന്നെ വിളിച്ചു, പിന്നെ അലറി. അവരൊട്ട് വാതിൽ തുറന്നില്ല. അരമണിക്കൂറോളം നിന്നെങ്കിലും മെല്ലെ വെട്ടവും കെട്ടു. തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് പോയി കഥവ് തട്ടെങ്കിലും അവരാരും തുറന്നില്ല. ഇതോടെ റാവുവിനുള്ളിൽ എന്തെന്നില്ലാത്തൊരു ഭയം പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. തലകറങ്ങാൻ തുടങ്ങി. അയാൾ സാവിത്രി ഇത്ര ദുഷ്ടയാണെന്ന് പറഞ്ഞ് ശപിച്ച് നടന്ന് ഒടുവിൽ ഒരു കടത്തിണ്ണയുടെ താഴെ ഇടം കണ്ടെത്തി വന്നിരുന്നപ്പോഴേ 11 മണി കഴിഞ്ഞിരുന്നു. ഒറ്റയ്ക്കുള്ളതിൻ്റെ ഭയമുണ്ട്, ദേഷ്യവും പേടിയും മാറി മാറി വന്നുകൊണ്ടിരുന്നു. എങ്ങനെയും ഈ രാത്രി കഴിച്ചേ പറ്റൂ. മൊത്തം 100ഓളം വീടുകളുണ്ട്. ഒരൊറ്റ വീട് പോലും തുറന്നു തന്നില്ല പന്ന നാട്ടുകാർ. എന്നെ ഒറ്റപ്പെടുത്തി. ഞാനെന്തിനു വിഷമിക്കണം? ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഞാനുണ്ട്. ഈ ഒരു നിമിഷം അവിടെ റാവുവിന് മുന്നിൽ യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് തോന്നിക്കുന്ന പോലുള്ള സംഭവങ്ങൾ നടക്കാൻ തുടങ്ങുകയാണ്. മുന്നിലതാ സാവിത്രി. കണ്ണുകൾ ഇരുണ്ടുകൊണ്ടവൾ മുന്നിൽ കിടക്കുവാണ്. അതൊരു പിശാചാണ്, പിശാച്. അവളുടെ മനസ്സിലടക്കി വെച്ചിരുന്ന അവഹേളനവും വെറുപ്പ് നിറഞ്ഞ ആ വികാരം മന്ദിരത്തിൻ്റെ സഹായത്താൽ ഒരു രൂപമെടുത്ത് നിൽക്കുകയാണ്. റാവുവിൻ്റെ മുന്നിൽ വെച്ച് അവൾ സങ്കടം പൊട്ടി നീചമായി സ്വയം ഇല്ലാണ്ടാവുന്ന ഒരു വല്ലാത്ത കാഴ്ച. ഇത് കണ്ട് റാവു ഞെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ അയാളുടെ ഉള്ളിൽ അടക്കി വെച്ചിരുന്ന ഒരു മോഹവും അവിടെ പ്രത്യക്ഷമാവുകയാണ്. സാവിത്രി ഒരു വിധവ അല്ലായിരുന്നെങ്കിൽ താൻ വിവാഹം കഴിച്ചേനെ എന്ന ആ വികാരത്തിൻ്റെ പൈശാചിക രൂപം ഇത് കാണുന്നതും സാവിത്രിയെ പോയി എടുത്ത് കരയുന്നു. എന്നാൽ അധികം വൈകാതെ റാവുവിൻ്റെ മറ്റൊരു പൈശാചിക രൂപം. ഒരു സ്ത്രീയെ കല്യാണം കഴിക്കും മുന്നേ അവളുടെ വയസ്സും സമ്പത്തും അറിയണമെന്ന ആവശ്യകതയുള്ള ദുരാഗ്രഹത്തിൻ്റെ അടിച്ചമർത്തിയ മൈൻഡും അവിടെ രൂപപ്പെടുകയാണ്. നായപ്പെടുത്തിയതിൻ്റെ കുറ്റബോധം, അറപ്പ്, അങ്ങനെയുള്ള റാവുവിൻ്റെ അടിച്ചമർത്തപ്പെട്ട എല്ലാ വികാരങ്ങളും ഓരോ രൂപമെടുത്ത് ഒടുവിൽ ആ മന്ദിരത്തെ സാക്ഷി നിർത്തി അതെല്ലാം അയാളെയും എരിപ്പിക്കുകയാണ്, കൺസ്യൂം ചെയ്യുകയാണ്. മനസ്സിൻ്റെ ഒരു കോണിലെ അടക്കി വെച്ചിരുന്ന ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ദേഷ്യം, ക്രോധം, വെറുപ്പ്, അപമാനം, അക്രമാസക്തി എല്ലാം ശക്തമായി പരിവർത്തനം സംഭവിച്ച് ജീവാവസ്ഥയിലേക്കെത്തി റാവുവിനെ ഇല്ലാതാക്കുന്ന കാഴ്ച. ഉള്ളിലടക്കി വെച്ചുള്ള ദുഷ്മനസ് മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കും എന്ന് കാട്ടിത്തരുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. റാവുവിൻ്റെ അലർച്ചയും കരച്ചിലുമെല്ലാം മുൻപ് നായയുടേതെന്ന പോലെ തന്നെ കേൾക്കാം. സാവിത്രി ചെവിയിൽ മുല്ലപ്പൂ തിരികിയിട്ടും ആ അലർച്ച അവളിലേക്ക് തുളച്ചേറുകയാണ്. ഇങ്ങനെ രൂപാന്തരം മാറിയിട്ടുള്ള ഓരോ മനപ്പിശാചുകളും ഗ്രാമത്തിൽ ഓരോ കഥകളുടെയും ജനാലകളുടെയും അടുത്ത് പോയി നിന്ന് അവരെയും കൺസ്യൂം ചെയ്യാൻ വെമ്പലോടെ തുറക്കുന്നതും കാത്തു നിൽക്കുന്ന ആ ഒരു ഭീകര കാഴ്ചയിൽ നമ്മൾ ഈ സൈക്കോളജിക്കൽ ഹൊറർ അനുഭവത്തിൻ്റെ ഭയാനതകൾ ഇവിടെ നിർത്തുകയാണ്. മനുഷ്യ മനസ്സിനെ തന്നെയാണ് ഇവിടെ കാട്ടുന്നത്. ഇൻസൾട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആരും കാണില്ല. അതെല്ലാം നമ്മൾ മനസ്സിൽ വെച്ച് പൂച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കാലക്രമേണ കാർന്നു തിന്നുന്നതായി മാറുന്നു എന്ന് കാട്ടുന്നൊരു വലിയ സന്ദേശം ഇവിടെ നമുക്ക് ചികഞ്ഞെടുക്കാൻ കഴിയും. റാവു കണ്ട ആ പാത്രങ്ങൾ ഈ പിശാചുകൾക്കുള്ള അന്നം രാത്രി വെച്ച് കൊടുക്കുന്നതായിരുന്നു. ആ അന്നമാകട്ടെ പഴകിയതും ചീഞ്ഞതുമായ കുറേ ഇനങ്ങളും. സാവിത്രിയുടെ ഫോട്ടോ കണ്ടപ്പോൾ ഇവൾ ഇത്ര സുന്ദരിയായിരുന്നു റാവു അത്ഭുതപ്പെട്ടു. പിന്നീട് തൻ്റെ സ്വന്തം പഴയ ഫോട്ടോ കണ്ട സാവിത്രി അത് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും പൊട്ടിച്ചു കളഞ്ഞു. കാരണം മനസ്സമാനത്തോടെ ഉണ്ടായിരുന്നൊരു കാലവും സപ്രസ്ഡ് മൈൻഡ്സിനെ പേടിച്ച് ജീവിക്കുന്ന ഇപ്പോഴത്തെ സാവിത്രിയുമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ആ കണ്ട നായയുടെ പോലെ തന്നെ തീരാനുള്ളൊരു വിധിയായിരുന്നു റാവുവിന്. പുരാതനമായ ആ മന്ദിരം ഒരു ആരാധനാലയം എന്നതിന് വിപരീതമായി ഒരു മെക്കാനിസമാണ്. സപ്രസ്ഡ് മൈൻഡ്സിനെയും ഡീപ്പ് ട്രോമാസിനെയും പ്രത്യക്ഷമാക്കി ഒരു പിശാചാകാനുള്ള മെക്കാനിസം. ആ ദുരാത്മാക്കളെ അടക്കി നിർത്തുന്ന മന്ദിരം രാത്രികാലങ്ങളിൽ അതിനെ അലാനം വിടും. അതുകൊണ്ട് പ്രദേശവാസികൾ 7 മണിയാകുമ്പോഴേ കഥ അടച്ച് താഴിട്ട് പൂട്ടും. പിന്നെ ആരും പുറത്തേക്ക് ഇറങ്ങില്ല. ഇറങ്ങിയാലുള്ള സ്ഥിതി ഇതായിരിക്കും. റാവുവിൻ്റെ ഉള്ളിലെ ഭയമാണ് അയാൾക്ക് ഇത്രയും വിനാശം വരുത്തി വെച്ചത്. വന്നപ്പോൾ മുതൽ ഗ്രാമത്തിലെ അന്ധവിശ്വാസങ്ങളുടെ മേലുള്ള സംശയങ്ങളും വിയോജിപ്പുമായി കോൺഫിഡൻ്റായി നടന്ന ആൾ പിന്നീട് ആ മന്ദിരത്തിൻ്റെ വാചകം കണ്ടെത്തിയോടെ ഉള്ളിൽ ഭയം ഉടലെടുക്കാൻ തുടങ്ങി. രാത്രി ഒറ്റയ്ക്കായപ്പോൾ അതിരട്ടിയായി ഒടുക്കം എനിക്ക് ഞാനുണ്ടെന്നുള്ള ആ തോന്നലിലൂടെ മനസ്സിലായി അയാളുടെ ഉള്ളിലെ തെളിച്ചുമറിയുന്ന ഭയത്തെ കെടുത്താനുള്ള ആശ്വാസ വാക്കുകളായിരുന്നു അതെന്ന്. ആ ഭീതിയിൽ റാവുവിൻ്റെ കൺമുന്നിൽ അയാളുടെ പൈശാചികത മനസ്സുകൾ രൂപപ്പെടാൻ തുടങ്ങി. വീണ്ടും കാണുന്തോറും കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരുപാട് എലമെൻറ്റ്സ് സംവിധായകൻ ഇതിൽ മറച്ചു വെച്ചിട്ടുണ്ട്. തുമ്പാടിനെ പോലെ ഒരു ഫുൾ ഓൺ ഹൊറർ വൈബിലുപരി ചിന്തിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങളുള്ള സിനിമയാണ് പിശാച്. എന്തായാലും ഇതൊരു റവല്യൂഷനാണ്. ഇത്തരം AI അറ്റംപ്റ്റുകൾ ഓൾറെഡി തന്നെ വരാനും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ സിനിമ നിങ്ങളെ ചിന്തിപ്പിക്കും എന്നുറപ്പാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you lovelies.